ഹായ് ഫ്രണ്ട്സ്, മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ, വാ. അപ്പോൾ ഇത് എന്താ റെസിപ്പി എന്നല്ലേ നമുക്ക് കാണാം കേട്ടോ. നമുക്ക് കുറച്ച് ഉണക്കസ്രാവില്ലേ, ഉണക്കസ്രാവ് നമുക്കിതുപോലെ കുറച്ച് വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു ചട്ടിയിലോ പാനിലോ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഉണക്കസ്രാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു 2-2.5 മിനിറ്റോളം നല്ലപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കഷ്ണങ്ങളെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് സിമ്പിളാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് മണവാ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. ഒരു കാലം ചോറുണ്ടാകും, നമുക്ക് ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇതാ തണുത്ത വെള്ളത്തിൽ ഇട്ട് ഒരു 2-3 വെള്ളം നല്ലപോലെ ഒന്ന് കഴിയതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വെള്ളം പിഴിഞ്ഞ് മാറ്റിയെടുക്കണം. ഇപ്പോൾ അതാ ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഇതിങ്ങനെ പിഴിഞ്ഞ് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒറ്റ കറക്ക് മാത്രമേ കറക്കാവൂ, ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക കേട്ടോ, ഒത്തിരി പൊടിഞ്ഞു പോകരുത്. അപ്പോൾ ഒറ്റ കറക്കിൽ തന്നെ നല്ലതായിട്ട് കിട്ടും. പിന്നെ ഒത്തിരി ഇങ്ങനെ ഇട്ട് അടിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാൻ. അപ്പോൾ ഇതിന് ഇച്ചിരി ഉപ്പ് കൂടുതലുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് ഇത് തയ്യാറാക്കുമ്പോൾ ഉപ്പൊന്നും ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല. ഉപ്പ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിതൊന്ന് തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ പരുവത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഇട്ടില്ലെങ്കിലും നമ്മൾ ലൈവ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെ 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 നന്ദി കേട്ടോ. അപ്പോൾ തുടർന്ന് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇന്നതാ ഞാനൊരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് തരാം. അടിപൊളിയായിട്ടോ, സിമ്പിളാണെങ്കിലും. അപ്പോൾ എണ്ണ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഉണക്കമീൻ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. അതിട്ട് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ നിറം എല്ലാം മാറി നല്ലൊരു ഗോൾഡൻ കളർ ആവത്തില്ല, നല്ലൊരു നിറമാറ്റം വരുന്നത് അതുവരെയും കണ്ടോ. ഇപ്പം നിറം മാറി വരുന്ന നിങ്ങൾക്ക് കാണാമല്ലോ. ഇതുപോലെ നമുക്ക് നല്ലപോലെ ഇത് വഴറ്റിയെടുക്കണം. ജലാംശം എല്ലാം പോയി ഇതിൻ്റെ നിറം എല്ലാം മാറി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് റെസിപ്പീസ് ഒന്നും ഇതിന് വേണ്ട കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ലപോലെ ഒന്നുകൂടെ ഇതായതിന് ശേഷം നമുക്കിത് ഒരു സൈഡിലോട്ടോ നടുക്കോ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഈ നടുഭാഗത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരിച്ചിരി മാത്രം വെളിച്ചെണ്ണ മതിയാവും കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 3-4 ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറി ലീഫും കൂടെ ആവശ്യമായിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് വേണം നമുക്കിനി വഴറ്റാൻ. അപ്പോൾ 1-2 കറി ലീഫ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഉണക്കമീനും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി വഴറ്റാം. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രുചിയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മൾ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒരല്പം മാത്രം തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരുപാട് തേങ്ങ ആയി പോകരുത്, ഉണക്കമീനും വേണം കൂടുതൽ നിൽക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. തേങ്ങ ഒരുപാട് ചേർക്കരുത്, അവിടെ ആയിട്ട് തേങ്ങ ഒന്ന് ഇത് കിട്ടിയാൽ മതി. ഒത്തിരി ഒന്നും തേങ്ങ ചേർക്കാൻ പാടില്ല. നല്ലപോലെ ഇപ്പോൾ അതിൻ്റെ നിറമൊക്കെ ഒന്നുകൂടെ മാറി വരുന്നുണ്ട്. ഇത് കുറച്ച് നേരം ഒന്നിങ്ങനെ വഴറ്റിയെടുക്കേണ്ടി വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം.
അപ്പോൾ അതും കൂടെ കാശ്മീരി മുളക് പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ച മണമെല്ലാം മാറി നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ നിറമെല്ലാം ഇപ്പോൾ മാറിക്കണ്ടോ, അടിപൊളിയല്ലേ കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെടുവാന്നൊരു ലൈക്കും ഒരു ഹൈപ്പും തരാൻ മറന്നു പോരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വലിയ നന്ദി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.